അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് അഖീദയിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് റിവിഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ണ് യോജിപ്പിക്കാം എന്നാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ ഞാൻ വായിച്ചുതരാം നിങ്ങൾക്ക്. ഖുർആൻ, ഇബാദത്ത്, ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം അലൈഹിസ്സലാം, ഇജ്മാ, ഖിയാസ് എന്നാണ്. ഇത് 2 മാർക്കിൻ്റെ കേട്ടോ. ഓക്കെ, യോജിപ്പിക്കാം. 1. പരമാവധി താഴ്മ ചെയ്യലാണ് ഡേഷ്. ആൻസർ ഇബാദത്ത്. 2. അഗ്നിജ്വാലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം. എല്ലാവർക്കും അറിയാലത്. 3. നബി സല്ലല്ലാഹുയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഫസ്റ്റ് വണ്ണ് ഖുർആൻ. 4. നൈൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ ഡേഷ്. ഉമർ റളിയല്ലാഹു അൻഹു. 5. പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഡേഷ്. ഇജ്മാ എന്നാണ്. ഖിയാസ് എന്നതില് നമുക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് കൊടുത്തതാട്ടോ. പിന്നെ ശരി അടയാളപ്പെടുത്താം. അതില് നമ്മള് ശരി ഇടുമ്പോൾ നമ്മള് ഈ ഒരു കള്ളിയിലാണ് പെടുന്നുണ്ടെങ്കിൽ മറ്റേ കള്ളിക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് ശരിയെന്നുണ്ടെങ്കിൽ ബാക്കി 2 തെറ്റിടരുത്. ശരി മാത്രം ഒന്നിലിട്ടാൽ മതി. ബാക്കിയുള്ളതിലൊന്നും ശരിയിടണ്ട. കറക്റ്റ് ആൻസറിൽ പോയി ശരി ഇട്ടാൽ മതി. ഓക്കെ, ശരി അടയാളപ്പെടുത്താം. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം. ബ്രാക്കറ്റ് വായിച്ചുതരാം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ശാഫിഈ റളിയല്ലാഹു അൻഹു, അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഇതിലെ ആൻസർ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു എന്നാണ്. യേശുവിനോട് സഹായത്തന നടത്തുന്നു യഹൂദികൾ, ക്രൈസ്തവർ, അമുസ്ലിമുകൾ. ആൻസർ 2 ക്രൈസ്തവർ. 3. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഖാലിദ് റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആൻസർ അതാണ്. 4. മൂസ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി അലി റളിയല്ലാഹു അൻഹു, സുലൈമാൻ നബി, ഫിർഔൻ എന്നാണ് ആൻസർ. 5. 23 വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത് സബൂർ, ഖുർആന്, ഇഞ്ചീല്. ഖുർആൻ എന്നാണ് ആൻസർ. 3.
മൂന്നാമത്തത് യോജിച്ച സ്ഥാനത്ത് എഴുതാം. ഫസ്റ്റ് ഞാൻ ബ്രാക്കറ്റ് വായിച്ചു തരാം. അബി കുഹാഫ, ഔഫ്, അബി വക്കാസ്, അബി ത്വാലിബ്, സെയ്ദിൻ, അഫാന്, ഉബൈദില്ല, അൽ അവാം. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ഞാൻ ആൻസറും പറഞ്ഞുതരാം. ഉസ്മാൻ ഇബ്നു അഫാന, അഫാൻ ഇതിലുള്ളത്, അപ്പൊ അഫാൻ എന്നെഴുതിയാൽ മതി. രണ്ടാമത്തത് അലി ബിനു അബി ത്വാലിബ്. മൂന്നാമത്തത് സഅദ് ബിനു അബി വക്കാസിൻ. സഅദ് ബിനു അബി വക്കാസിനുണ്ട് സഈദ് ബിനു സെയ്ദിൻ. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ എഴുതട്ടോ. ഓക്കെ. സഅദ് ബിനു അബി വക്കാസിൻ മൂന്നാമത്തത്. വക്കാസ് എഴുതിയാൽ മതി. നാലാമത്തത് എന്താണ്? ത്വൽഹത്തു ബിനു ഉബൈദില്ല. ഉബൈദില്ല എന്നാണ് എവിടെയെന്ന് വെച്ചാൽ ഉബൈദില്ല. ഓക്കെ. സഈദ് ബിനു സെയ്ദിൻ. ആറാമത്തത് സുബൈർ ബിനു അവാം. പിന്നെ ഏഴാമത്തത് അബൂബക്കർ ബിനു അബി കുഹാഫ. ഐദുർ റഹ്മാനി ബിനു അബ്ദുറഹ്മാനി ബിനു ഔഫിൻ. ഔഫ് എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നും കൂടിയും കൂട്ടി എഴുതിക്കോ. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളെ ക്ലാസ്. ഇനി ഇത്രയുണ്ട്. അത് നമുക്ക് ഇനി നാളെ എടുക്കാം. പാർട്ട് 2 ആയിട്ട് ഇനി ഞാൻ നാളെ ഇട്ട് തരാം കേട്ടോ. ഓക്കെ. എല്ലാവർക്കും പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടാവട്ടെ. ആമീൻ.